ഹലോ എവരി വൺ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഓഫ് എഡ്യൂക്കേഷൻ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ ഇത് തമ്മിൽ ഉള്ള കണക്ഷൻ. നമ്മളെല്ലാവരും പൊതുവെ ജനറലായി കാണുന്നതാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു എൻജിനീയർ, അവർക്കെല്ലാവർക്കും തന്നെ ഒരു കോമൺ ആയ ഒരു രീതി ഉണ്ടാവും. അതായത് അവരുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടാവും. എന്നാൽ നമ്മളൊരു ക്ലർക്ക്, പിന്നെ അതേപോലെ നോർമൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ രീതി എന്ന് പറയുന്നത് സ്കാറ്റേർഡും വ്യത്യസ്തവുമായ രീതിയായിരിക്കും. അതായത് ഓർഗനൈസേഷൻ അനുസരിച്ച് പലപ്പോഴും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന ആളുകളെന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളും, പ്രൊഫഷണൽ അല്ലാത്ത എഡ്യൂക്കേഷൻ കിട്ടി അത് വഹിച്ച് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഒരു ആവറേജ് ബുദ്ധിയുള്ള ആളുകളും എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ വസ്തുത. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബ്രെയിനിൽ യാതൊരു തരത്തിലും ഉള്ള ഒരു മുൻധാരണകളോ ഒരു അറിവോ ഒന്നും ഉണ്ടാവില്ല. ബേസിക്കലി അത് ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ ആയിരിക്കും. പക്ഷേ ഇമോഷൻസ് കണ്ടേക്കാം. അതായത് ആ കുട്ടിയെ അമ്മ ഗർഭപാത്രത്തിൽ ചുമക്കുന്ന നേരത്ത് ആ അമ്മ അനുഭവിച്ച ഇമോഷൻസ് ഈ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അമ്മ ആ തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടിയിലും അത് പ്രകടമായി ഇമോഷൻസ് അണ്ടർലൈനായിട്ട് മനസ്സിൽ കിടക്കും. ശ്രദ്ധിക്കുക, അറിവില്ലാത്ത ക്ലീൻ സ്ലേറ്റ് ആണ് എന്ന് പറഞ്ഞു, പക്ഷെ ഇമോഷൻസ് ഉണ്ടാവും എന്നും പറഞ്ഞു. ഉദാഹരണത്തിന്, ഇപ്പോൾ അമ്മ ഒരു ഇടിവെട്ട് കണ്ട് ഈ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്ത് വല്ലാണ്ട് ഭയപ്പെട്ടു എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഭയം എന്ന് പറയുന്ന ഇമോഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അത് നല്ല ഷോക്കായി തന്നെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഈ പറയുന്ന ഇടിവെട്ടിനോടുള്ള ഭയം എന്ന് വെച്ചാൽ ആ അറിവ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ പാരൻസും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ബന്ധുക്കളും എല്ലാം സ്കൂളും ഒക്കെ തന്നെയാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ഏകദേശം 4 ഫേസുകളിലൂടെയാണ് ഒരാളിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏകദേശം 4 വയസ്സ് വരെയും, പിന്നെ 4 തൊട്ട് 8 വരെയും, 8 തൊട്ട് 12 വരെയും, 12 തൊട്ട് 30 വരെയും. ഈ കാലയളവൊക്കെ തന്നെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയം തന്നെയാണ്. ആഫ്റ്റർ 30s ആണ് പലപ്പോഴും ബ്രെയിനിന് കൂടുതൽ ഓർമ്മശക്തി കുറയുന്നതായിട്ടും, പിന്നീട് പലപ്പോഴും ഒരുപാട് അങ്ങോട്ട് ഒരു കുട്ടിയുടേതായ ഒരു ചൈൽഡിഷ് മെമ്മറി കിട്ടാത്തതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും 30sന് ശേഷമാണ്. എന്നാൽ 30sന് ശേഷവും 60sന് ശേഷവും ഒക്കെ വലിയ വലിയ ക്വാളിഫിക്കേഷൻസ് നേടുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും അറിവെന്ന് പറയുന്നതും രണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, അതെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ മെമ്മറി അഥവാ ഓർമ്മയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ക്വാളിഫിക്കേഷൻ ആവുന്നത്. പലപ്പോഴും ഒരു അറിവുള്ള വ്യക്തിയെ സംബന്ധിച്ച് ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ക്വാളിഫൈഡ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ അറിവിനൊരു കുറവും ഉണ്ടാവില്ല. കാരണം അവർ ബേസിക്കലി അവരുടെ മെമ്മറി എന്ന് പറയുന്നത് പലപ്പോഴും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത മെമ്മറി ആയിരിക്കും. പക്ഷേ അവർക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത് പർട്ടിക്കുലർ ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് വിജയിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ അവരുടെ അത്രയും നീറ്റായിട്ട് ചെയ്യാവുന്ന വേറെ ആരും ഉണ്ടാവുകയില്ല. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ വളരെ 10th ഒക്കെ കഴിഞ്ഞ് വർഷങ്ങളോളം പണിയെടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു മേസ്തിരിയുടെ പാതി പോലും ഉണ്ടാവില്ല വർഷങ്ങളോളം എൻജിനീയറിംഗ് കഴിഞ്ഞ് ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ ആ ഒരു കഴിവ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ബേസിക്കലി എഡ്യൂക്കേഷൻ, ബേസിക്കലി ബ്രെയിൻ, ബേസിക്കലി ബുദ്ധി, ഇതൊക്കെ ഒരു മനുഷ്യന് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ അവനവന് തന്നെ സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ BTechനോ MBAക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടി പലപ്പോഴും ആ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഈവൻ സപ്ലൈ ഉണ്ടെങ്കിൽ പോലും ഇവരെല്ലാവരും ഒരു നല്ല പ്രൊഫൈലിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെവിടെ നിന്നാണ് അത് കിട്ടുന്നത്? കാരണം ഒരു പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ അവർ നല്ല രീതിയിലുള്ള ട്രെയിനിങ്സ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഒക്കെ അവർ കൊടുക്കും.
അതായത് പഠിത്തം എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആണെങ്കിൽ അവർ ഒരു പർട്ടിക്കുലർ ടൈം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും കൂടെ മാറ്റിവെച്ച് അത് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ സബ് കോൺഷ്യസ്ലി അവർക്ക് ഈ പറയുന്ന ഒരു കഴിവ് കിട്ടുകയും ഈ കഴിവ് വിദ്യാഭ്യാസത്തിനെക്കാട്ടിയും കൂടുതൽ ജീവിത വിജയത്തിന് അവരെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ലാത്ത എന്നാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു MSCയോ അല്ലെങ്കിൽ MCOMോ ഒക്കെ ചെയ്യുന്ന പല വ്യക്തികളും പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നോക്കുമ്പോൾ അവർ പലപ്പോഴും എത്തിപ്പെടാത്തതായിട്ട് നമുക്ക് പല കേസിലും കാണാം. കാരണം ഇവരെല്ലാം പഠിച്ചിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോളേജിലായിരിക്കില്ല. ഈ പ്രൊഫഷണൽ കോളേജിലാവാത്തത് കൊണ്ട് തന്നെ അവരെപ്പോഴും സബ്ജക്റ്റിന് അഥവാ പഠിക്കുന്ന വിഷയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കും, മാർക്കിന് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കും. വിദ്യാർത്ഥി വളരെയധികം നിർബന്ധിക്കപ്പെടുന്നത് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ മാത്രമായിരിക്കും. അതായത് ഞാനൊരു തൊഴിലാളി ആവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഷ്ടപ്പെടുത്തി അവരെ പഠിപ്പിച്ച സബ്ജക്റ്റ് തലയിലേക്ക് കൊടുക്കും. എന്നാൽ പ്രൊഫഷണലിൽ അങ്ങനെയല്ല. പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം പഠിച്ചോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുകൂടാതെ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും മറ്റുള്ളവരുമായി സഹകരിച്ച് ചെയ്യാനുമുള്ള സ്കില്ല് അഡീഷണലി കൊടുക്കുന്നതാണ്. ഇത് പലപ്പോഴും ഒരേ സിലബസാണ് വരുന്നതെങ്കിലും പ്രൊഫഷണൽ കോളേജും നോർമൽ കോളേജിലും അതുണ്ടാവണമെന്നില്ല. അതിൻ്റെ വളരെ കറക്റ്റായ ഒരു എക്സാമ്പിളാണ് പലപ്പോഴും എൻജിനീയറിംഗ് കോളേജുമായിട്ട് റിലേറ്റ് ചെയ്ത് MBA എടുക്കുന്നവരും അതല്ല ഒരു സാധാരണ കോളേജിൽ MBA എടുക്കുന്നവരും തമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു എൻജിനീയറിംഗ് കോളേജിലെ MBAയിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രൊഫഷണൽ ക്ലാസ്സുകൾ എടുക്കുകയും അതുകൂടാതെ ഇവർക്ക് ഇത്തരം സ്കില്ലും നോളജും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ വളരെയധികം ലൈഫ് സ്കില്ലിലും ഒക്കെ ആക്റ്റീവായിട്ട് വരും. എന്നാൽ നോൺ പ്രൊഫഷണൽ കോളേജസിൽ ജസ്റ്റ് ഒരു ബുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചർ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മുടെ കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അതേപോലെ വെയർഹൗസിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൊഫഷനാണ്. ഇത് നമുക്ക് ജോലിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന സ്കില്ലെന്ന് പറയുന്നത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ നടപ്പിലാക്കുന്നത്, മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എങ്ങനെ ആ കാര്യത്തെ വിജയിപ്പിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അറിവ് തരിക എന്നുള്ളത് മാത്രമല്ല, അറിവ് പ്രയോഗിക്കുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ പ്രായോഗിക ബുദ്ധിയോടുകൂടിയ പഠനമാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നർത്ഥം. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു പവർ ഓഫ് എഡ്യൂക്കേഷൻ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ഏതൊരാൾക്കും മിനിമം കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവാണ്. എന്തുകൊണ്ട്, എന്തിന് എന്നുള്ള ചോദ്യം വരും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വളരെയധികം കാലുവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാലുവേദന അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഒരു വൈദ്യൻ വിളിച്ചു പറയുന്നു, കാലുവേദനയ്ക്ക് ഉത്തമമായ മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു 100 രൂപ മുടക്കിയാൽ മതി, ഏത് ഓപ്പറേഷൻ പോലും വേണ്ടാത്ത രീതിയിൽ നിങ്ങളുടെ കാലുവേദന ഞങ്ങൾ മാറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് മരുന്ന് അവിടെ വിൽക്കുന്നുണ്ടെന്ന് വയ്ക്കുക. എന്നാൽ സാമാന്യം വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ആ ഒരു കാര്യത്തെ നോക്കുമെങ്കിലും ആ കാര്യത്തിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അതായത് ഞാൻ വഴിയിൽ നിന്ന് മേടിച്ചാൽ ഈ കഴിക്കുന്ന സാധനം എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം പ്രശ്നമാവും. അപ്പോൾ ഞാനത് ഒരു കൺസൾട്ടേഷന് ശേഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവം എടുത്ത ശേഷമോ ഒക്കെ മാത്രമേ ഞാനത് ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു ബോധം വരും. നേരെ മറിച്ച് ഇവിടെ അറിവില്ല എന്നാണെങ്കിൽ അഥവാ എഡ്യൂക്കേഷൻ ഇല്ല എന്നാണെങ്കിൽ പലപ്പോഴും വേദന മാറുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് നമ്മൾ പലപ്പോഴും അതെടുത്ത് കഴിക്കും. നമ്മളല്ല, അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിക്കുന്നവർക്ക് പിന്നീട് ഇപ്പോൾ നല്ലതാണെങ്കിൽ ഓക്കെ, നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് സഹിക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു മരുന്നിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതൽ എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകളിലാണ്. എഡ്യൂക്കേഷൻ കൂടിയ ആളുകൾ എപ്പോഴും പറ്റിക്കപ്പെടുക എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ കുറഞ്ഞ ആൾ അതിനെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ഒരു പൈസ പോലും അബദ്ധം പറ്റാതെ നോക്കുകയും ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ കൂടിയ ഒരാൾ വണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതൊരു കോൺട്രവേഴ്സിയാണ്. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ സ്കില്ലാണ് അതിന് കാരണം.
എന്തായാലും ബേസിക്കലി എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ഒരു കൾച്ചർ നമുക്ക് തരുന്നു, ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നു, ഒരു എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് ഒരു നോളജ് തരുന്നു. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ലോകത്ത് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിലും സ്റ്റഡി ആയിട്ട് സാലറി കിട്ടുന്ന ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഒരു സ്ഥിരം വരുമാനമില്ലാത്ത ഒരു സാധാരണക്കാരനായാലും രണ്ടു പേർക്കും ഭക്ഷണം വാങ്ങിക്കണം, ഫ്രൂട്ട്സ് വാങ്ങിക്കണം, വെള്ളം വാങ്ങിക്കണം, ഇങ്ങനെ പല സാധനങ്ങളും വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഓയിൽ വാങ്ങിക്കണം, ഒക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പൈസ ഇല്ല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറഞ്ഞത് ഒന്നും ഇവിടെ വാങ്ങിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ദാറ്റ് മീൻസ് അവിടെ ബിസിനസ് നടക്കുന്നുണ്ട്. ബിസിനസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ബിസിനസ്സിനകത്തേക്ക് സാധനങ്ങൾ വരണം. സാധനങ്ങൾ വരണമെങ്കിൽ ലോജിസ്റ്റിക്സ് വരണം. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ലോജിസ്റ്റിക്സ് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരാം. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. 100 എന്ന് പറയുന്ന സംഖ്യയിൽ നമ്മുടെ മൊത്തം മനസ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 90% സബ് കോൺഷ്യസും 10% കോൺഷ്യസും ആയിരിക്കും. ഈ 10% ഉള്ള കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ വേറൊരു വ്യക്തിയുമായി സംസാരിക്കുന്നതും നമ്മൾ പലപ്പോഴും എക്സാമിനേഷൻ എഴുതുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡായിരിക്കും. അപ്പോൾ നമുക്കുള്ള അറിവ് ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, പുതിയ അറിവുകൾ നമ്മൾ സ്വീകരിക്കുന്നു. ലൈവായിട്ട് നമ്മളിൽ ഉണർന്നിരിക്കുന്ന മൈൻഡാണ്, പ്രസൻസ് ഓഫ് മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണുന്ന മനസ്സാണ് ഉപബോധ മനസ്സ്. കോൺഷ്യസ് മൈൻഡ് 10% ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു ഡേറ്റയും അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നല്ല, സൂക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ നേരെ മറിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാ ഡേറ്റയും കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പകലൊക്കെ നടന്ന പല കാര്യങ്ങളും രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്വപ്നം പോലെ നമ്മളിൽ വന്നു പോകുന്നത് കാണാം. അപൂർവമായിട്ട് നിങ്ങൾക്കത് സിങ്ക് ചെയ്തിട്ടുണ്ടാവും. ബേസിക്കലി അവിടെ സംഭവിക്കുന്നത് രാവിലെ കോൺഷ്യസ് മൈൻഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ അടുക്കി റെഡിയാക്കി എല്ലാ ഓർമ്മകളെയും കൃത്യമാക്കി വയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രാത്രിയിൽ ഉറക്കമില്ലാത്തവർക്കും രാത്രിയിൽ മൊബൈൽ അധികം ഉപയോഗിക്കുന്നവർക്കും രാത്രിയിൽ യാതൊരു തരത്തിലും ഒരു സ്വസ്ഥത ഇല്ലാത്തവർക്കും ഒക്കെ തന്നെയും സബ് കോൺഷ്യസ് മൈൻഡ് പ്രോബ്ലത്തിൽ വരാനും അവരുടെ ലൈഫ് തന്നെ താളം തെറ്റുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് രീതിയിലും അത് 5 സെൻസിലൂടെ എന്തും അത് സ്വീകരിക്കും, പക്ഷെ റെക്കോർഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വിഷ്വലൈസേഷനും റെപ്പറ്റീഷനുമാണ്. വിഷ്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഒരു 2.5 മണിക്കൂർ ഉള്ള ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇംഗ്ലീഷിലുള്ളൊരു സബ്ജക്റ്റ് ഇത് നമ്മൾ ഫുള്ളായി വായിച്ചു നോക്കിയാലും അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ നമുക്കതിൽ പല ഭാഗങ്ങൾ വിട്ടുപോകും. പക്ഷേ എത്ര കാലം മുമ്പ് കണ്ട ഒരു സിനിമ 2.5 മണിക്കൂറുള്ള സിനിമയുടെ കഥ ചോദിച്ചാലും നമുക്ക് കൃത്യമായി ഓർത്തെടുത്ത് പറയാനായിട്ട് സാധിക്കും. കാരണം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡ് ഇരിക്കെ തന്നെ സബ് കോൺഷ്യസ് ആക്റ്റീവായി അത് കംപ്ലീറ്റ് വലിച്ചെടുക്കും. ഇനി റെപ്പറ്റീഷൻ. എന്താണ് റെപ്പറ്റീഷൻ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും അത് എങ്ങനെയെന്ന് തോന്നും. പക്ഷെ നമ്മൾ റിപ്പീറ്റായിട്ട് പല പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് അത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് വരും. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ഈ നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇത് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് പഠിച്ചത്? റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ടൊന്നും നമുക്കിത് മനസ്സിലാവില്ല. റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. പ്രധാനമായും നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓഡിറ്ററി ഉണ്ട്, വിഷ്വൽ ഉണ്ട്, കിനസ്തെറ്റിക് ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സഡ് ഉണ്ട്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ട് പഠിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നതായിരിക്കും. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് പഠിക്കുന്നതായിരിക്കും, അഥവാ ടച്ച് ഫെൽറ്റ് എന്ന് പറയും. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞാണ് എല്ലാം കൂടെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഫീൽ. അത് മേ ബി ചിലപ്പോൾ ഓഡിറ്ററിയും വിഷ്വലും കൂടെ ആവാം, അല്ലെങ്കിൽ കിനസ്തെറ്റിക്കും വിഷ്വലും കൂടെ ആവാം. ആ രീതിയിലൊക്കെ ഒരു എക്സാമ്പിളിലൂടെ ഞാനത് പറഞ്ഞുതരാം. നമ്മൾ എത്ര വായിച്ചാലും മനസ്സിലാവാത്തൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞു കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, നമ്മളത് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് പ്ലേ ചെയ്യുക.
ഡിജിറ്റൽ ഡിവൈസിൽ, അഥവാ ഒരു CD-യിലോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി വിഷ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് ഒരു അനിമേഷൻ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കഥ പോലെയോ അല്ലെങ്കിൽ ഒരു പടം പോലെയോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കൂടുതലും ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കിനസ്തെറ്റിക് ആയിരിക്കും. കാരണം ആ ടീച്ചർ പലപ്പോഴും കൈയും കാലൊക്കെ എടുത്തു വെച്ചിട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ബെഞ്ചിലൊക്കെ തട്ടി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിനസ്തെറ്റിക് ആയിട്ടൊക്കെ പവർ കൂടുക. പിന്നെ നമ്മുടെ ബ്രെയിനിന് 2 വശമുണ്ട്, റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും. ഇതിൽ നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഹെമിസ്ഫിയർ ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുക. ഒന്നുകിൽ റൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞിരിക്കും. ഉദാഹരണത്തിന് റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിൻ ക്രിയേറ്റീവ് ബ്രെയിനും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലോജിക് അഥവാ ആക്ച്വൽ ബ്രെയിനുമാണ്. അതായത് ലെഫ്റ്റ് ബ്രെയിൻ ധാരാളം ഉണ്ടെങ്കിൽ, നല്ല പവർഫുൾ ആണെങ്കിൽ മാത്തമാറ്റിക്സ് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ റൈറ്റ് ബ്രെയിൻ ഉള്ളവർക്ക് മാത്തമാറ്റിക്സ് ടഫായിരിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കേണ്ടി വരും? ക്രിയേറ്റീവ് ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ അതൊരു സ്റ്റോറി രൂപത്തിലോ അല്ലെങ്കിൽ വേറെ പ്രത്യേക രീതിയിൽ എക്സാമ്പിൾസിൻ്റെ സഹായത്തോടു കൂടിയോ പഠിച്ചാൽ ഇവർക്ക് അത് ബ്രെയിനിലേക്ക് കയറും. എന്നാൽ ലെഫ്റ്റ് ബ്രെയിനുകാർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ സബ്ജക്റ്റുകളുണ്ട്. അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് അതിന് വേറെ രൂപത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിയേറ്റീവ് മൈൻഡുള്ള റൈറ്റ് ബ്രെയിനുള്ള ഒരാൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ ആകാശത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ എണ്ണം എടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പലപ്പോഴും ജനിച്ചു വളരുന്ന സാഹചര്യങ്ങൾക്കും ഒരുപാട് സ്വാധീനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറുടെ സാഹചര്യം കണ്ടു വളരുന്ന കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസ്ലി ആ ഡോക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കിട്ടും. അപ്പോൾ ആ കുട്ടി ഇത്തിരി പഠിത്തത്തിൽ പിന്നോട്ടായാൽ പോലും അതിൻ്റെ ജോലി സമയം അല്ലെങ്കിൽ അതിൻ്റെ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയിൽ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവും. നേരെ മറിച്ച് അല്ലെങ്കിൽ ആ ഡോക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അറിവുണ്ടാവും, ഇൻബോൺ ടാലൻ്റ് ഉണ്ടാവും. പലപ്പോഴും എന്നാൽ ഡോക്ടറെ യാതൊരു തരത്തിൽ ബന്ധമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റൂ. ചിലപ്പോൾ അതിൻ്റെ അടുത്ത തലമുറയിൽ അത് സാധിച്ചേക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജന്മന അത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ലാത്തുണ്ടെങ്കിൽ നമ്മളുടെ ഭാവനയിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി അത് പഠിച്ചെടുത്ത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും സബ് കോൺഷ്യസ് മൈൻഡ് അത് നമുക്ക് തിരിച്ച് തന്നിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്ത് കാര്യവും ഓർത്തു വയ്ക്കുന്നു എന്നുള്ളത് പോലെ തന്നെ എന്ത് കാര്യവും ഓർത്തു വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലോജിസ്റ്റിക്സ് മാനേജർ ആവുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കുന്നതെങ്കിൽ, നമുക്ക് ആ ഒരു ലോജിസ്റ്റിക്സ് മാനേജർ ആവേണ്ടതായ സ്കില്ലെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് റെഡിയാക്കി തരും. നമുക്ക് കൃത്യമായ അതിലേക്ക് എത്തുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇതേ സബ് കോൺഷ്യസ് മൈൻഡും അങ്ങനെ തന്നെ പറയും. ഫലത്തിൽ നമുക്ക് ഒരിടത്തും എത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ലൈഫിൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായി സംസാരിക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ട് അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ മറക്കും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള നെഗറ്റീവ് ഇമോഷൻസ് പരമാവധി ബ്രെയിനിന് കൊടുക്കാതിരിക്കുക. കാരണം ഇമോഷൻസിൽ സബ് കോൺഷ്യസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിൻ്റായിട്ട് കൂട്ടിച്ചേർക്കട്ടെ, ഒരു കുട്ടിക്ക് ഇമോഷൻസ് പേടി എന്ന് പറയുന്നത് ഇപ്പോൾ ഗർഭപാത്രത്തിൽ കിട്ടിയെന്ന് പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇമോഷൻസും കൂടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അത് സ്ട്രോങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ധൈര്യം ചോർന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പോഴാണ് ബാല്യത്തിൽ അനുഭവിച്ചിരിക്കുന്ന ഇമോഷൻസും ഇപ്പോൾ ഉള്ള ഇമോഷൻസുമായിട്ട് കൂട്ടിച്ചേർന്ന് ഒരാളുടെ കഴിവ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഇമോഷൻസിനെ അവിടെ അങ്ങ് മറന്നേക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. എത്രയൊക്കെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവപ്പെട്ടാലും ആ അനുഭവങ്ങളുടെ ഇമോഷൻ അകത്തേക്ക് പോകുന്നതിന് പകരം ഇമോഷൻ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളങ്ങ് കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പ്രധാനമായും നെഗറ്റീവ് പറയുന്നത് ഒഴിവാക്കുക. പിന്നെ 21 ദിവസം നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 21 ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ് കോൺഷ്യസിൽ അത് റെക്കോർഡ് ആവുകയും സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ട ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു തരും.
ഈ ഭൂമിയിൽ വിജയിച്ചവരും തോറ്റവരുമായിട്ട് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഭാഗ്യവും ഭാഗ്യക്കേടുമല്ല. ഭാഗ്യം തുണയ്ക്കണമെങ്കിൽ നമ്മളുടെ ശ്രമം ഉണ്ടാവണം. നമ്മുടെ ശ്രമം ഉണ്ടെങ്കിൽ അവിടെ ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടർ വരികയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യത്തിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല.